ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ വൈകിയാണ്. വൈ ബിക്കോസ് ഐ ചോസ് ദിസ് ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം എന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത്? ഇല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു സമാധാനം ഇല്ലാത്ത പോലെ തോന്നി. ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. സോ എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീയോ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. ബിക്കോസ് ഇത് എൻ്റെ കൂടി ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി. ആൻഡ് ദെൻ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു സമാധാനം ഇല്ലാത്ത പോലെ തോന്നി. സോ ദാറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമുക്ക് വേറെ ഒന്നും പറഞ്ഞ് സമയം കളയേണ്ട, വീഡിയോയിലേക്ക് തന്നെ പോകാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം വടകര പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള MDMA കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് അല്ലേ. സോ പേഴ്സണലി ഞാൻ പറയട്ടെ, വളരെയധികം വിഷമം തോന്നുന്നുണ്ട്, വളരെയധികം ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണലി ഡൗൺ ആവുന്ന സിറ്റുവേഷനാണ് നമ്മുടെ ഒരു സൊസൈറ്റിയിലേക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈ ബിക്കോസ് ഐ ചോസ് ദിസ് ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം എന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഐ എം എ ബിഹേവിയർ തെറപ്പിസ്റ്റ് ഓർ എ സൈക്കോളജിസ്റ്റ് ഹു വർക്കിംഗ് ഇൻ BRC. ഓക്കെ, അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇതിനോട് അനുയോജിക്കാൻ പറ്റും? എന്തായാലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എല്ലാവരും അനുയോജിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണിത് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ വൈകിയാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടിയുണ്ട്, BRC എന്നതിനെ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിനെ മൊത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ മൊത്തത്തിൽ ഡിഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ കുറേ പേര് പറയുന്നുണ്ട്. അതിനെയും കൂടി എനിക്കൊന്ന് തിരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്. ലൈക്ക് എൻ്റെ ഒരു അറിവിൽ നമ്മുടെ BRC എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡിഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നാണോ? അല്ല. ബ്ലോക്ക് റിസോഴ്സ് സെൻറ്ററിലെ ഓരോ ടീച്ചേഴ്സും തെറപ്പിസ്റ്റും അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരും അവരുടെ മാക്സിമം കൊടുത്തിട്ട് ഭിന്നശേഷി കുട്ടികളെ അല്ലെങ്കിൽ ഫിസിക്കലി ഓർ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ നല്ല രീതിക്ക് നല്ല ഭാവിക്ക് വേണ്ടി വളർത്തിക്കൊണ്ട് വരുവാണ്. അതിനിടയിലാണ് ഈ പറയുന്ന പോലെയുള്ള കുറേ അധികം എന്താ പറയുക, സോക്കോൾഡ് ടീച്ചേഴ്സ്, നമുക്ക് ടീച്ചേഴ്സ് എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരുടെ ഈ വക ഓരോരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബേസിക്കലി നമ്മുടെ കേരളം എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് പറയാൻ കഴിയുന്നില്ല അല്ലേ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമെന്നുള്ളത്? ഭയങ്കര ഒരു വിഷമമാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആണ് തോന്നുന്നത്. ഇമോഷണൽ ഡൗൺ ആയിട്ടൊരു സിറ്റുവേഷനാണ് തോന്നുന്നത്. മെജോറിറ്റി ഓഫ് ദ പീപ്പിളും ഇങ്ങനെ ആയിരിക്കും തിങ്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വളരെ വൈകിയാണെന്ന് എനിക്കറിയാം. എന്തായാലും മയക്കുമരുന്ന് കടത്തുന്ന അല്ലെങ്കിൽ സോക്കോൾഡ് MDMA ഒക്കെ കടത്തുന്ന ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും അതായത് മൊബൈൽ പരിശോധിച്ചപ്പോൾ ഒരു ടീച്ചറിനെ സംശയാസ്പദമായി കണ്ടെത്താനായി. ആൻഡ് ദെൻ ഒരു നെറ്റ്വർക്കിംഗ് എന്ന രീതിയിൽ 2-3 ടീച്ചേഴ്സിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായി. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് തോന്നുന്നത് അല്ലേ. സോ പേഴ്സണലി എനിക്ക് പറയാനുള്ളത്, വർക്കിംഗ് ആസ് എ ടീച്ചർ, മെൻറ്റർ ഓർ എ തെറപ്പിസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഭിന്നശേഷി കുട്ടികൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള മെൻ്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കിടയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഭയങ്കര ഒരു എന്താ പറയുകയാണ്, വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെയാണ് അത് കണ്ടു നിൽക്കാമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ബേസിക്കലി എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഷോക്കായിട്ടുള്ളൊരു സംഭവമാണിത്. ആൻഡ് ദെൻ ഈ ഒരു വീഡിയോ എനിക്ക് വളരെ വൈകിയായിട്ടാണെങ്കിലും ചെയ്യണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ബിക്കോസ് ഇത് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് വളരെ എന്താ പറയുക, ഇനി അങ്ങോട്ട് കേരളം എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. ബേസിക്കലി ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് ഇപ്പോൾ നടത്തിയിരുന്ന തൂഫാൻ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ഓഫ് തൂഫാൻ വഴി നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ കേസ്. എനിവേസ് ആ ഒരു പ്രവൃത്തിയിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഡോക്ടറൊക്കെ ആവാനിരിക്കുന്നവർ, ഇവരൊക്കെ എന്താണ് ലൈക്ക് ഡോക്ടർ മാത്രമല്ല ഞാൻ പറയുന്നത്, ഈ ഒരു തരത്തിലുള്ള ദോസ് കൈൻഡ് ഓഫ് ഹയർ പൊസിഷനിലിരിക്കുന്ന എല്ലാവരും പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ,
പിന്നെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്, ഇത് കേരളമാണ്, നമ്മുടെ കുട്ടികൾക്കിടയിലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ബാഡ് ആയിട്ടുള്ള, വൺസ് അഗൈൻ ഐ എം സേയിങ് ദിസ് കൈൻഡ് ഓഫ് ബാഡ് ബിഹേവിയർ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഓക്കെ, സോ പ്ലീസ് കൺസിഡർ ദിസ്.